Hello, my dear students, and welcome to the second session of Selaginella. In this session, we will discuss about the reproduction. For first part, we will Selaginella as a pteridophyte, its vegetative, that is mainly morphological structure and anatomical structure were discussed. അല്ലേ ഇതൊരു ടെറിഡോഫൈറ്റ് കോമൺ ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയനിലെ ഒരു ടെറിഡോഫൈറ്റിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ദറ്റ് ഇസ് എക്സാമ്പിൾ സെലാജിനല്ല. And now in this session we deals about the reproduction, sexual reproduction of Selaginella. So let's begin. Now life cycle in Selaginella is characterized by alternation of generation, and both spore producing and gamete producing generations are independent, and some species reproduce by vegetative reproduction. ഇപ്പോൾ ബ്രയോഫൈറ്റ് ആൽഗെ ഇതിനൊക്കെ പോലെ ടെറിഡോഫൈറ്റിലും എന്തുണ്ട് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇസ് ദർ. ഇപ്പോൾ ഇവിടെയും ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ദറ്റ് ഇസ് സ്പോർ പ്രൊഡ്യൂസിങ് ജനറേഷനും ഗാമറ്റോഫൈറ്റിക് ദറ്റ് ഇസ് ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ജനറേഷനും ഉണ്ട്. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ചിലതിൽ എന്തുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആർ ഓൾസോ സീൻ അലോങ് വിത്ത് ദി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. Now this is the life cycle of Selaginella. സ്കീമാറ്റിക് ഡയഗ്രമാണ്. സിമ്പിളായിട്ട് ഇത് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് റീപ്രൊഡക്ഷൻ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. Now, what are the different types of vegetative reproduction? Fragmentation, dormant buds, bulbils, tuber. ഇപ്പോൾ നോർമൽ പ്ലാന്റിൽ തന്നെ ചില സമയത്ത് ഫ്രാഗ്മെൻറ്റേഷൻ ബ്രേക്ക് കൊണ്ട് ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് റിമൈനിങ് പാർട്ട് അല്ലെങ്കിൽ സർട്ടൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പ്ലാന്റ് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതൊന്ന് പൊട്ടിപ്പോയാൽ ആ ഫ്രാഗ്മെൻറ്റ്സ് വിൽ ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്. ചില സമയത്ത് ഡോർമെൻറ്റ് ബഡ്സ് വിൽ ബി ഫോമിങ് ഓൺ ദ പ്ലാന്റ്. ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദ മദർ പ്ലാന്റ് ആൻഡ് ദേ വിൽ റീജനറേറ്റ് ഇൻ ടു ദി ന്യൂ പ്ലാന്റ്. അതേപോലെ തന്നെ ബൾബിൾസ് ഫോം ചെയ്യും, ട്യൂബർ ഫോം ചെയ്യും. ഇതൊക്കെ നോർമൽ മദർ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താൽ ദേ ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. So these are the different types of vegetative reproduction. ഏതൊക്കെയാണ്? Fragmentation, dormant buds, bulbils and tuber formation. Now moving into sexual reproduction. Sexual reproduction പറയുമ്പോൾ sexual reproduction that is combination of the sporophytic and gametophytic generation. ഇതിൽ പറയുമ്പോൾ ഇതിൽ രണ്ട് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ സിംഗിൾ ടൈപ്സ് ഓഫ് സ്പോർസിനെയാണ് നമ്മൾ ബ്രയോഫൈറ്റൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എല്ലാ ടെറിഡോഫൈറ്റും ഇല്ല കേട്ടോ. സെലാജിനെല്ലേൻ്റെ പ്രത്യേക ക്യാരക്ടറാണ് ദേ ഫോം ടു ടൈപ്സ് ഓഫ് സ്പോർസ്. ഏതൊക്കെയാണ്? മെഗാസ്പോറും മൈക്രോസ്പോറും. ഇങ്ങനെയുള്ള രണ്ട് സ്പോർസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഗാസ്പോറിന് മെഗാസ്പൊറാഞ്ചിയത്തിലും മൈക്രോസ്പൊറാഞ്ചിയത്തിലും പ്രൊഡ്യൂസ് ചെയ്യും. ഈ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന മൈക്രോസ്പോറോഫില്ലും മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന മെഗാസ്പോറോഫില്ലും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ സ്പോറോഫിൽ സ്ട്രോബൈലസിൽ. അപ്പം സ്ട്രോബൈലസിലാണ് ലീവ്സിൻ്റെ നമ്മൾ സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ടിപ്പിലാണ് ഈ ഭാഗത്താണ് സ്ട്രോബൈലസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സ്ട്രോബൈലസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പൊറാഞ്ചിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് സ്പൊറാഞ്ചിയം ആർ ദർ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം മെഗാസ്പോർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗാസ്പോറും മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ ദറ്റ് ഈസ് മെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോസ്പോറിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആർക്കിഗോണിയയിൽ എഗ്ഗിനെയും പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പോർ മദർസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ആന്ത്രീഡിയത്തിനെയും. ആന്ത്രീഡിയയിൽ ആന്ത്രോസോയിഡ്സിനെയും മെയിൽ ഗാമേറ്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും വരെ ദറ്റ് ഈസ് നോർമലി മെഗാസ്പോറ് തൊട്ടിട്ട് എഗ് ആൻഡ് ആന്ത്രോസോയിഡ് വരെയുള്ള ആ കാലയളവാണ് ഹെപ്ലോയിഡ് ജനറേഷൻ. ഓക്കെ, ഗാമറ്റോഫൈറ്റിക് ജനറേഷനാണത്. ദെൻ ഫെർട്ടിലൈസേഷനിലെ സമയത്ത് എന്ത് ചെയ്യും? രണ്ട് ഹെപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഫ്യൂസ് ചെയ്തിട്ട്, ഇത് എക്സ് ആണ് കേട്ടോ, സോറി ഇത് എക്സ് ആണ്, 2x അല്ല എക്സ് ആണ്. ഫെർട്ടിലൈസ് ചെയ്തിട്ട് 2x ആയിട്ട് സൈഗോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ ഫോം ചെയ്യും, ഡിപ്ലോയിഡ് എംബ്രിയോ ഫോം ചെയ്യും. ഡിപ്ലോയിഡ് എംബ്രിയോന്ന് യങ് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും.
സ്പോറോഫൈറ്റ് എന്താണ്? എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ആ മെച്യൂർ പ്ലാന്റ് നമ്മൾ ഇന്നലെ നേരത്തെ പഠിച്ച സ്പോർ ആ പ്ലാന്റ് ഉണ്ടല്ലോ, സെലാജിനല്ല പ്ലാന്റ് ആസ് എ കണ്ടെയ്നിങ് റൂട്ട്, ഷൂട്ട്, റൈസോഫോർ, ആ ലീവ്സ് ഒക്കെ ഇല്ല, സ്റ്റെം ഒക്കെ ഇല്ല, ആ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്. അത് ഡിപ്ലോയിഡ് ആയിട്ടാണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ സ്ട്രൊബൈലസ്, ലീവ്സിൻ്റെ ടിപ്പ്, സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ സ്ട്രൊബൈലസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ 2 ടൈപ്പ് ഓഫ് സ്പോറോഫിൽ ഉണ്ട്, മെഗാസ്പോറോഫിലും മൈക്രോസ്പോറോഫിലും. രണ്ടും ഡിപ്ലോയിഡ് ആണ്. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് മെഗാസ്പോറോഫിലും മെഗാസ്പൊറാഞ്ചിയും, മൈക്രോസ്പോറോഫിലും മൈക്രോസ്പൊറാഞ്ചിയും പ്രൊഡ്യൂസ് ചെയ്യും. അതും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യും. അത് മിയോസിസിലൂടെ മെഗാസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെയാണ് ഹെപ്ലോയിഡ് കണ്ടീഷൻ വരുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം ഡിപ്ലോയിഡ് ആണ്. അതിൽ മൈക്രോസ്പോർ മദർ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പോർ മദർ സെൽ മിയോസിസിലേക്ക് കൂടെ മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ഹെപ്ലോയിഡ് കണ്ടീഷൻ വന്നു. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹെപ്ലോയിഡ് ഡിപ്ലോയിഡ്, ഹെപ്ലോയിഡ് ഡിപ്ലോയിഡ്. ഇതിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ജനറേഷനാണ്, ഹെപ്ലോയിഡ് ആയിട്ടുള്ളത് ഗാമറ്റോഫൈറ്റിക് ജനറേഷനുമാണ്. പ്ലാന്റ് സെലാജിനെല്ല കാണിച്ചിട്ട് നിങ്ങളോട് ഇത് ഏത് ടൈപ്പാണ് ചോദിച്ചാൽ എന്താ പറയുക? ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതാണ് സെലാജിനെല്ലയുടെ ലൈഫ് സൈക്കിൾ. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാമല്ലോ. ദ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് നോർമലി എന്താണ്? പ്ലാന്റ് ഏതാണ്? പ്ലാന്റ് ഈസ് എ സ്പോറോഫൈറ്റ്. ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് പ്ലാന്റിൽ ട്യൂബർ ഫോർമേഷൻ നടക്കും. ടിപ്പിലായിരിക്കും ട്യൂബേഴ്സ്. ഏത് ഭാഗത്തും, പ്ലാന്റിൻ്റെ ഏത് ഭാഗത്തും എന്ത് ചെയ്യാം? ട്യൂബർ ഫോം ചെയ്യാം. ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദ പ്ലാന്റ് ബോഡി ആൻഡ് ദേ വിൽ റീജനറേറ്റ് ഇൻ ടു ന്യൂ പ്ലാന്റ്. എക്സാമ്പിൾ ഇസ് സെലാജിനെല്ല ക്രൈസോകാലസ് അല്ലെങ്കിൽ ക്രൈസോസോറിയസ്. ഈ സ്പീഷീസിലൊക്കെ കാണിക്കുന്നുണ്ട്. ദെൻ റെസ്റ്റിംഗ് ബഡ്സ് ഫോം ചെയ്യും. ആ രീതിയിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. നൗ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൊബൈലസ്. ഈ സ്ട്രൊബൈലസ് ഇതൊക്കെ ലീവ്സ് ആണ്. ആക്സിസ് സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ ദേ ഫോം ക്ലസ്റ്റർ ഓഫ് ലീവ്സ് നോൺ ആസ് സ്ട്രൊബൈലസ്. ഈ സ്ട്രൊബൈലസിൽ 2 ടൈപ്പ് ഓഫ് സ്പോറോഫിൽ ഉണ്ട്, മൈക്രോസ്പോറോഫിൽ ആൻഡ് മെഗാസ്പോറോഫിൽ. മൈക്രോസ്പോറോഫിൽ മൈക്രോസ്പൊറാഞ്ചിയം, മെഗാസ്പോറോഫിൽ മെഗാസ്പൊറാഞ്ചിയം ഫോം ചെയ്യും. ഇത് നോക്കുവാണെങ്കിൽ, ഇതിൻ്റെ ലീവ്സ് റിമൂവ് ചെയ്ത് നോക്കുവാണെങ്കിൽ ടിപ്പ് ന്യൂ വെജിറ്റേറ്റീവ് പാർട്ടായിരിക്കും. ഈ ഭാഗത്ത് മിഡിൽ റീജിയനിലാണ് സ്ട്രൊബൈൽ റീജിയനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് സ്പൊറാഞ്ചിയം. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് മെഗാസ്പൊറാഞ്ചിയം. ഇത് താഴത്തെ മെയിൻ ആക്സിസ് ആണ്, വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഹെട്രോസ്പോറസ് കണ്ടീഷനാണ് സെലാജിനെല്ല. സെലാജിനൻ്റെ വൺ ഓഫ് ദ നോട്ടിസബിൾ ഫീച്ചർ ഓർ ക്യാരക്ടർ ഇസ് ദി ഹെട്രോസ്പോറസ്. എല്ലാ ടെറിഡോഫൈറ്റും ഹെട്രോസ്പോറസ് അല്ല. ചിലത് ഹോമോസ്പോറസ് ആയിരിക്കും, ചിലത് ഹെട്രോസ്പോറസ്. Now what is the difference between a heterosporous and a homosporous? Heterosporous means they produce 2 types of spores, microspore and megaspore. Homosporous means they produce only single type of spores. All the spores are alike. അതാണ് എക്സാമ്പിൾ സൈലോട്ടം. അതിലെല്ലാ സ്പോറും ഒരേപോലെയാണ്. സെലാജിനെലയിൽ 2 ടൈപ്പ് ഓഫ് സ്പോറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസ്പോറും മെഗാസ്പോറും, ഓർ മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർ. മൈക്രോസ്പോർ എന്ന് പറയുന്നത് സ്മോളർ സൈസാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിലും, മാക്രോസ്പോർ എന്ന് പറയുന്നത് ലാർജർ സൈസ് ആൻഡ് മാക്രോസ്പൊറാഞ്ചിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്രോസ്പോർസ് ആർ അതർവൈസ് നോൺ ആസ് മെഗാസ്പോർസ്. ഇതാണ് സ്പോർസ്. സ്പോർസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇത് മൈക്രോസ്പോർ സ്മോളർ സൈസ്, മെഗാസ്പോർ ലാർജർ സൈസ്. സി ലാർജർ സൈസ്, അതും ലിമിറ്റഡ് നമ്പറേ ഇല്ലു മെഗാസ്പോർ. 4 in number, they are produced 4 in number. 3 എണ്ണം കാണും, ഒന്ന് ബാക്ക് സൈഡിലുണ്ടാവും. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് സ്പോറോഫിൽ, ഇതാണ് സ്പൊറാഞ്ചിയം. ഓക്കെ, ലീവ്സ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ബെയർ ദി സ്പൊറാഞ്ചിയം ആർ നോൺ ആസ് ദി സ്പോറോഫിൽ. അതിൽ സ്പൊറാഞ്ചിയത്തിൽ സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെഗാസ്പോർസിലത് മെഗാസ്പൊറാഞ്ചിയം, മൈക്രോസ്പോർസിലത് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയം ബെയർ ചെയ്യുന്ന ലീവ്സ് മൈക്രോസ്പോറോഫിൽ, മെഗാസ്പൊറാഞ്ചിയം ബെയർ ചെയ്യുന്ന ലീവ്സ് മെഗാസ്പോറോഫിൽ. ഇത് സെൻട്രൽ ആക്സിസ്.
So this is the spores or sporangioferous spike or strobilus. ഇത് നോക്കിയാൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗാസ്പോറോഫിൽ, മെഗാസ്പോർ, മെഗാസ്പോറാഞ്ചിയം, മൈക്രോസ്പോറോഫിൽ, മൈക്രോസ്പോറാഞ്ചിയം, മൈക്രോസ്പോർസ്. ഓക്കെ. നൗ ഈ സ്പൊറാഞ്ചിയം എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ലിഗ്യുലേറ്റഡ്, നമ്മൾ ലിഗ്യൂൾസിനെ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ, ലീവ്സിൻ്റെ ബേസിലുണ്ടാവും. ആ ലിഗ്യുലേറ്റഡ് ലീവ്സിൻ്റെ ബേസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പൊറാഞ്ചിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ആക്സിസ്. Okay, and the sporophyll in strobilus is arranged just like bracts in angiosperms plants. That is why it is also called sporangioferous spike. നമ്മൾ ആൻജിയോസ്പേം പ്ലാന്റ്സിൽ കാണുന്ന ബ്രാക്റ്റിനെ പോലെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സ്പൊറാഞ്ചിയോഫെറസ് സ്പൈക്ക് എന്ന് പറയുന്നത്. Now, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ദ സ്ട്രോബൈലസ് എടുത്താൽ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ സ്ട്രക്ചർ. ഇതിനൊരു സെൻട്രൽ ആക്സിസ് ഉണ്ട് ആൻഡ് സ്പൈറലി ആൻഡ് ഡെൻസ്ലി അറേഞ്ച്ഡ് ലിഗ്യുലേറ്റഡ് സ്പോറോഫിൽസ് ഉണ്ട്. ഓരോ സ്പോറോഫിൽസും സ്റ്റോക്ഡ് സ്പൊറാഞ്ചിയം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ദറ്റ് ഈസ് ഇറ്റ് മേ ബി ആക്സിലറി ആവാം, അല്ലെങ്കിൽ ലിറ്റിൽ അപ്വേർഡ് ഇൻ പൊസിഷൻ, കൊലീൻ ആവാം, എങ്ങനെയാവാം. എനിവേ ഏത് എടുത്ത് നോക്കിയാലും എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഗാസ്പോർസും മൈക്രോസ്പോർസും. ഇനി സ്പോറോഫില്ലിൻ്റെയും സ്പൊറാഞ്ചിയത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്മോൾ മെംബ്രെയിനിയസ് സ്ട്രക്ചറാണ് ലിഗ്യൂൾ എന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് എ വെജിറ്റേറ്റീവ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഇനി ഈ സ്ട്രോബൈലസ് എപ്പോഴും എന്താണ്, ബൈസ്പൊറാഞ്ചിയേറ്റ് ആണ്. ദറ്റ് ഈസ് arrangement of microsporophyll and megasporophyll ഡിഫറെൻ്റ് ആയിരിക്കും ചിലതിൽ. എന്നിരുന്നാലും എപ്പോഴും ദേ ആർ ബൈസ്പൊറാഞ്ചിയേറ്റ്. എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറൻസ് ആകുന്നത്? ചില സ്പീഷീസിൽ, ചില സെലാജിനല്ല സ്പീഷീസിൽ മൈക്രോസ്പൊറാഞ്ചിയം എല്ലാം ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ മെഗാസ്പൊറാഞ്ചിയം ആയിരിക്കും. ചില സ്പീഷീസിൽ മൈക്രോസ്പൊറാഞ്ചിയം മേൽഭാഗത്ത് എപ്പിക്കൽ റീജിയനിലും മെഗാസ്പൊറാഞ്ചിയം ലോവർ പോർഷനിലും ആയിരിക്കും. ചിലതിലാണെങ്കിലോ ഇൻ്റർമിങ്കിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചിലതിൽ മെജോറിറ്റിയും മൈക്രോസ്പൊറാഞ്ചിയം ആയിരിക്കും, ചിലത് 1 or 2 മെഗാസ്പൊറാഞ്ചിയം മാത്രമേ ഉള്ളൂ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ species of Selaginella, the arrangement of the sporangium also vary. Anyway, the sporangium development is bisporangiate type. Okay, two types of development are there, eusporangiate and bisporangiate type. ഇതിൽ bisporangiate type ആണ് സെലാജിനല്ലയിൽ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോസ്പൊറാഞ്ചിയ ആൻഡ് മെഗാസ്പൊറാഞ്ചിയ ആർ ദർ. മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് സ്മോൾ സ്റ്റോക്ഡ് ഓവൽ ആൻഡ് വേരിയിങ് ഇൻ ഷേപ്പ് ആയിരിക്കും എപ്പോഴും. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയ. ദേ ആർ സ്മോൾ ഓവൽ ഷേപ്ഡ് ആണ് ആൻഡ് ദേ ഹാവ് എ സ്മോൾ സ്റ്റോക്ക് ആൻഡ് ദെയർ ഷേപ്പ് മേ ബി വേരിയിങ്. മെഗാസ്പൊറാഞ്ചിയ എന്താണ്? ദേ ആർ സ്റ്റോക്ഡ്, 4 lobed, larger in size and present at the base of the strobilus. Spores are larger shape. ഇതും സ്റ്റോക്ഡ് ആണ് ആൻഡ് ദേ ആർ ലാർജർ സൈസ് വെൻ കമ്പയർ ടു ദി മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, ആൻഡ് ദേ കണ്ടെയ്ൻ ലാർജർ സ്പോർസ്. ഇനി ബോത്ത് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, മെഗാസ്പൊറാഞ്ചിയം 2 ലേയേർഡ് സ്പൊറാഞ്ചിയൽ വോൾ ഉണ്ട്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ടപ്പീറ്റും മൈക്രോസ്പോറോജിനസ് ടിഷ്യൂസ് ആർ പ്രസന്റ്. ടപ്പീറ്റം എന്ന് പറയുന്നത് ഇന്നമോസ്റ്റ് സ്പൊറാഞ്ചിയൽ വോളാണ്. നമ്മൾ ആൻജിയോസ്പേമിൽ പഠിച്ചില്ലേ, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയർ സ്പൊറാഞ്ചിയത്തിൻ്റെ, അത് എവിടെയും ഉണ്ട്, ടെറിഡോഫൈറ്റിലും ഉണ്ട്. അപ്പം ടപ്പീറ്റം എന്ന് പറയുന്നതാണ് ഇന്നമോസ്റ്റ് ലെയർ ഓഫ് ദി സ്പൊറാഞ്ചിയൽ വോൾ. ബോത്ത് ഡിഫർ ഇൻ സൈസ്, ലൊക്കേഷൻ ആൻഡ് നമ്പർ ഓഫ് സ്പോർസ്. ആൻഡ് ടു റിലീസ് സ്പോർ ബോത്ത് സ്പൊറാഞ്ചിയ ഫോം വെർട്ടിക്കൽ ക്ലഫ്റ്റ് ഇൻ ദ വോൾ. അപ്പോൾ ഈ രണ്ട് സ്പൊറാഞ്ചിയത്തിലും 2 ലേയേർഡ് സ്പൊറാഞ്ചിയൽ വോൾ ഉണ്ട്, ടപ്പീറ്റം ഉണ്ട്, സ്പൊറോജിനസ് ടിഷ്യൂസും ഉണ്ട്. ഇന്നമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. ഓക്കെ, ദെൻ 2 സ്പൊറാഞ്ചിയം, ദാറ്റ് ഈസ് മൈക്രോസ്പൊറാഞ്ചിയം, മെഗാസ്പൊറാഞ്ചിയം. ഇങ്ങനെയാണ് സ്പോർസിനെ റിലീസ് ചെയ്യുന്നത്. ആ സ്പൊറാഞ്ചിയൽ വോളിൽ ഒരു ബ്രേക്ക് ഫോം ചെയ്തിട്ടാണ് അതിന് റിലീസ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ദറ്റ് ഈസ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോസ്പോർസും മെഗാസ്പോർ ഓർ മാക്രോസ്പോർസും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ജെർമിനേഷൻ പ്രിക്കോഷ്യസ് ആണ്. ദറ്റ് ഈസ്
വാൾ ഓഫ് ദ സ്പൊറാഞ്ചിയയിലാണ് ജെർമിനേഷൻ നടത്തുന്നത്. മെയിൽ ഗാമറ്റോഫൈറ്റ് 13 സെൽഡ് സ്റ്റേജിലും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് വേരിയസ് സ്റ്റേജിലാകുമ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിലാണ് മൈക്രോസ്പോർസ് എന്ന് പറഞ്ഞു. മൈക്രോസ്പൊറാഞ്ചിയം സ്റ്റോക്ഡ് ആണ്, ഗ്ലോബുലർ, ദെൻ ഓവൽ ഓർ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണെന്നും പറഞ്ഞു. Now their color varies from red, yellow to brown in different species. Two layered sporangial wall ഉണ്ട്, then tapetum ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാർട്സ് ആണ്. ഇനി മൈക്രോസ്പോർസ് അറ്റ് മെച്യൂരിറ്റി ദേ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. ഓരോ സ്പൊറാഞ്ചിയത്തിലും എന്തുണ്ട്? മാസസ് ഓഫ് സ്പോറോജീനസ് സെൽസ് ഉണ്ട്. ഈ മാസസ് ഓഫ് സ്പോറോജീനസ് സെൽസ് സ്പോർ മദർ സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുകയും അത് മിയോട്ടിക് ഡിവിഷനിലേക്കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഹെപ്ലോയിഡ് ടെട്രാഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവുകയും മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസ് വഴി ഹെപ്ലോയിഡ് ആയിട്ടുള്ള ടെട്രാഡ്സ് ഓഫ് മൈക്രോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പോർസ് മെച്യൂരിറ്റിയുടെ സമയത്ത് ദേ ഗെറ്റ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പം ഈ മൈക്രോസ്പോർസിന് ന്യൂട്രീഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ടെപ്പീറ്റൽ സെൽസ് എന്നാണ്. ദെൻ മൈക്രോസ്പോർസ് ആർ സ്മോളർ ഇൻ സൈസ്. അപ്പം ഇത്ര മാത്രം ഓർത്ത് വെക്കുക. മൈക്രോസ്പോറോഫില്ലിൽ മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാവും. മൈക്രോസ്പൊറാഞ്ചിയം ഡിപ്ലോയിഡ് ആണ്. അതിൽ സ്പോർ മദർ സെല്ലുണ്ട്. സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷനിൽ പോവുകയും അത് ഹെപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും മൈക്രോസ്പോർ സ്മോളർ ഇൻ സൈസും ആണ്. മെച്യൂരിറ്റിൻ്റെ സമയത്ത് വാൾ ഡിസ്പേഴ്സലിൽ കൂടിയാണ് മൈക്രോസ്പോർസിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, നൗ മൈക്രോസ്പോർസ് ആർ മൈന്യൂട്ട് ഇൻ സൈസ് ആൻഡ് റേഞ്ച്. വളരെ മൈന്യൂട്ടാണ്. സീ ദ സൈസ് ഇസ് വെരി വെരി ലോ. ദെൻ ടെട്രാഡ് ഫോർമേഷൻ ആണ് നടക്കുന്നത്. ആ ടെട്രാഡിന് ദേ വിൽ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. 4 in നമ്പർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. വോൾ എപ്പോഴും 2 ലെയേർഡ് ആണ്. ഔട്ടർ ലെയർ ഇസ് നോൺ ആസ് എക്സൈൻ, ഇൻ്റർ ലെയർ ഇസ് നോൺ ആസ് ഇൻറ്റൈൻ. എക്സൈന് വേറൊരു പേരും കൂടിയുണ്ട്, എക്സോസ്പോർ. അത് തിക്കാണ്, സ്കൾപ്ചേർഡ് ആണ്. ഇൻറ്റൈൻ ഇസ് അതർവൈസ് നോൺ ആസ് എൻഡോസ്പോർ. ഇറ്റ് ഇസ് തിൻ ആൻഡ് delicate. And it is the reserve food material is in the form of oil globules and nitrogenous material. ചില കേസിൽ ഇതിന് ഇറ്റ് ഈസ് മീസോസ്പോർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ലെയേഴ്സ് ആർ ഓൾസോ പ്രസൻറ്റ്. പക്ഷെ മെയിൻലി എൻഡോസ്പോറും എക്സോസ്പോറും ആണ് ഉള്ളത്. ദാറ്റ് ഈസ് എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ ആർ ദ 2 wall layers. ചിലതിൽ റയർ ആയിട്ട് മീസോസ്പോർ ആർ ഓൾസോ പ്രസൻറ്റ്. ദിസ് ഈസ് ദി ന്യൂക്ലിയസ്. ഓക്കെ, മീസോസ്പോർസ് മെയിൻലി പ്രസന്റ് ചെയ്യുന്നത് ഫീമെയിൽ സ്പോർസ്, അതായത് മെഗാസ്പോറിലായിരിക്കും അധികം കാണുന്നത്. ദെൻ ദിസ് ആർ ദി വോൾ ലേയേഴ്സ്. മെയിൻലി മൈക്രോസ്പോർ എന്ന് പറയുന്നത് മെയിൽ സ്പോർസ് ആണ്. മെയിൽ സ്പോർസിൽ 2 wall ലേയേഴ്സ് ആണ്. എക്സൈൻ എന്ന് പറയുന്ന എൻഡോസ്പോറും ഇൻറ്റൈൻ എന്ന് പറയുന്നത് എൻഡോസ്പോറും. എക്സൈൻ എക്സോസ്പോർ, ഇൻറ്റൈൻ എൻഡോസ്പോർ. ദെൻ ലാർജർ ആയിട്ടുള്ള ഫീമെയിൽ സ്പോർ ആയിട്ടുള്ള മെഗാസ്പോറിലാണ് 3 ലെയേഴ്സ് ആയിട്ട് എൻഡോസ്പോർ, മീസോസ്പോർ, അതേപോലെ എക്സോസ്പോർ കാണുന്നത്. 3 ലെയർ ആയിട്ട് സ്കൾപ്ചേർഡ് ആയിട്ടുള്ള 3 ലെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് 2 ലെയേർഡ് എപ്പോഴും മൈക്രോസ്പോർ ആണ്, 3 ലെയേർഡ് മാക്രോസ്പോർ ആണ്. സോ മൈക്രോസ്പോറിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ഉണ്ടാകുമ്പോഴും തന്നെയാണ് മൈക്രോസ്പോറിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ദേ ബിക്കം 13 സെൽഡ് മൈക്രോ ഗാമറ്റോഫൈറ്റ്. ഈ 13 സെൽഡ് എങ്ങനെയാണ് വരുന്നത്? 1 പ്രോതാലിയൽ സെൽ, 4 ആൻഡ്രോഗോണിയൽ സെൽ ആൻഡ് 8 ജാക്കറ്റ് സെൽ ആണ്. ഇത് ഡെഹിസെൻസ്, അതായത് മൈക്രോസ്പൊറാഞ്ചിയം ബ്രേക്ക് ചെയ്തിട്ട് മൈക്രോ ഗാമറ്റോഫൈറ്റിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും എന്താണ്? 13 സെൽഡ് ആയിട്ട് ഉണ്ടാവുക. ഒരു പ്രോതാലിയൽ സെൽ, 4 ആൻഡ്രോഗോണിയൽ സെൽ ആൻഡ് 8 ജാക്കറ്റ് സെൽ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ മൈക്രോസ്പോർ എന്ന് പറയുന്നത് എന്താ? ഇത് മിയോസിസിലേക്ക് കൂടെ ഫോം ചെയ്തത് കൊണ്ട് അതെപ്പോഴും യൂണിന്യൂക്ലിയേറ്റ് ഹെപ്ലോയിഡ് ആയിരിക്കും. ദെൻ യൂണിസെല്ലുലർ
റൗണ്ടഡ് ഓർ സ്പെറിക്കൽ ഇൻ സ്ട്രക്ചർ ആയിരിക്കും. ഇതിന് തിക്ക് എക്സോസ്പോറിയും തിൻ എൻഡോസ്പോറിയും അല്ലെങ്കിൽ തിക്ക് എക്സൈനും തിൻ ഇൻറ്റൈനും ഉണ്ട്. ദെൻ ഫസ്റ്റ് ഡിവിഷൻ എങ്ങനെയാണ്? അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ പ്രോത്താലിയൽ സെല്ലും ലാർജർ ആന്ത്രീഡിയൽ സെല്ലായിട്ട് ഫോം ചെയ്യും. ഈ പ്രോത്താലിയൽ സെൽ വിൽ നോട്ട് ഡിവൈഡ് ഫർദർ and it will not take part in further development of male gametophyte. ഈ ആന്ത്രീഡിയൽ സെല്ലാണ് ഡിവൈഡ് ചെയ്തിട്ട് ആന്ത്രീഡിയം ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൻഡ്രോഗോണിയൽ സെൽ ഡിവൈഡ് ആൻഡ് റീഡിവൈഡ് ആൻഡ് ഫോംസ് ആൻഡ്രോസൈറ്റ് അല്ലെങ്കിൽ ആന്ത്രസോയിഡ് മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഓരോ ആന്ത്രസോയിഡ് മദർ സെൽ മെറ്റമോർഫോസ് ഇൻടു സിംഗിൾ ആന്ത്രസോയിഡ് അല്ലെങ്കിൽ സ്പേം ആയിട്ട് മെറ്റമോർഫോസ് ചെയ്യും. ഇതെന്താണ്? ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ദേ ആർ സ്പൈറലി കോയിൽഡ്, യൂണിന്യൂക്ലിയേറ്റ്, ബൈഫ്ലാജിലേറ്റഡ് സ്ട്രക്ചർ. ഈ ബൈഫ്ലാജിലേറ്റഡ്, ദാറ്റ് ഈസ് 2 flagella will be there, അൺഈക്വൽ സൈസ് ആയിരിക്കും. ഇത് എക്സോസ്പോറിയത്തിന്റെ റപ്ചറോട് കൂടി എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്തിട്ട് പോകും. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ദേ വിൽ ഫൈനലി റീച്ച് ദ നെക്ക് ഓഫ് ദി ആർക്കിഗോണിയം. അപ്പം മൈക്രോസ്പോറ് നമ്മൾ പറഞ്ഞു, മൈക്രോസ്പോറാഞ്ചിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് മൈക്രോസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷനിൽ പോയിട്ട് ഹെപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറിന് ഫോം ചെയ്യും. അതാണ് മെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മൈക്രോസ്പോറാഞ്ചിയത്തിൽ തന്നെ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. ഡെവലപ്മെന്റ് ഇസ് ഇൻ സിറ്റു ഓർ പ്രീകോക്കിയസ്. ഓക്കെ, ഇനി ഈ മൈക്രോ ഗാമെറ്റോഫൈറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര സെൽഡ് സ്റ്റേജ് ആയിരിക്കും? 13 സെൽഡ് സ്റ്റേജ് ആയിരിക്കും. ഈ 13 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രോത്താലിയൽ സെല്ലും 4 ആൻഡ്രോഗോണിയൽ സെല്ലും 8 ജാക്കറ്റ് സെല്ലും ആണ്. ഇതെങ്ങനെയാണ് ആൻഡ്രോഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പൊ മൈക്രോസ്പോർസ് എന്താണ്? ഹെപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു. ഈ ഹെപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോത്താലിയൽ, സ്മോൾ പ്രോത്താലിയൽ സെല്ലും ലാർജ് ആന്ത്രീഡിയൽ സെല്ലും ഫോം ചെയ്യും. പ്രോത്താലിയൽ സെല്ല് ഫർദർ ഡിവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദ വൺ പ്രോത്താലിയൽ സെൽ ഇസ് ബീങ് ഫോംഡ്. ദെൻ ഈ ലാർജ് ആൻഡ്രോഗോണിയൽ സെൽ അല്ലെങ്കിൽ ആന്ത്രീഡിയൽ സെല്ലിലെ ഈ ആന്ത്രീഡിയൽ സെല്ലാണ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് ന്യൂമറസ് ആൻഡ്രോസൈറ്റ്സ് ഓർ ആന്ത്രോസൈഡ് മദർ സെല്ല് ഫോം ചെയ്യും. ഈ ആന്ത്രോസൈഡ് മദർ സെല്ല് മെറ്റമോർഫോസ് ചെയ്തിട്ട് ആന്ത്രസോയിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസ്പോറിന്റെ ഡെവലപ്മെന്റ് ആണ് ഇത്. ദറ്റ് ഈസ് മൈക്രോസ്പോർ ഇനീഷ്യൽ ഡെവലപ്മെന്റിൽ 13 ഡിവൈഡ് ചെയ്ത് 13 സെൽ സ്റ്റേജ് ആകുമ്പോഴാണ് അതിനെ ലിബറേറ്റ് ചെയ്യുന്നത്. ആ 13 സെൽ സ്റ്റേജിൽ ഒന്ന് പ്രോത്താലിയൽ സെൽ, 4 ആൻഡ്രോഗോണിയൽ സെൽ ആൻഡ് 8 ജാക്കറ്റ് സെൽസ് ഉണ്ടാവുക. ഇതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് മൈക്രോസ്പോറാഞ്ചിയത്തിൽ തന്നെ നടക്കുന്നത് കൊണ്ട് ദ ഡെവലപ്മെന്റ് ഇസ് ഇൻ സിറ്റു ഓർ പ്രീകോക്സിയസ്. ഇതിൽ ആദ്യം തന്നെ ഇതിലെ ഹെപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് undergo division and result in the formation of small prothalial cell and large antheridial cell. Prothalial cell further divide ചെയ്യില്ല. Antheridial cell എന്ത് ചെയ്യും? They undergo further division and result in the formation of anthrozoid mother cells. ഈ ആന്ത്രസോയിഡ് മദർ സെൽസ് മെറ്റമോർഫസ് ഇൻടു സിംഗിൾ ആന്ത്രസോയിഡ്. ഓരോ മദർ സെല്ലും മെറ്റമോർഫസ് ഇൻടു സിംഗിൾ ആന്ത്രസോയിഡ്. ആന്ത്രസോയിഡ് എന്ന് പറയുന്നത് സ്പൈററി കോയിൽഡ് യൂണിന്യൂക്ലിയേറ്റ് ബൈഫ്ലാജിലേറ്റ് സ്ട്രക്ചർ ആണ്. ഈ ബൈഫ്ലാജില അൺഈക്വൽ ഇൻ സൈസ് ആണ്. ഇപ്പൊ മെച്യൂരിറ്റി എത്തുമ്പോൾ ഈ ആന്ത്രസോയിഡ്സ് എൻഡോസ്പോറിയം ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സൈൻ ബ്രേക്ക് ചെയ്തിട്ട് അതിലേക്കൂടെ എന്ത് ചെയ്യും? എക്സ്കേപ്പ് ചെയ്തിട്ട് വാട്ടറിലേക്കൂടെ എക്സ്കേപ്പ് ചെയ്ത് പോയത് ദേ വിൽ ഫൈനലി റീച്ച് ദി ആർക്കിഗോണിയം ഓർ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. Now മെഗാസ്പൊറാഞ്ചിയത്തിന്റെ കേസ് പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റോക്ഡ് ലോബ്ഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് ബിഗർ ദാൻ മൈക്രോസ്പൊറാഞ്ചിയം. ഇതിന്റെ കളർ വേരീസ് ഫ്രം വൈറ്റിഷ് യെല്ലോ ടു റെഡ്. ഇതും 2 ലെയേർഡ് ആണ്. ദെൻ സിംഗിൾ ലെയർ ടപ്പീറ്റം ഇസ് പ്രസന്റ്. ഇതിലും എന്തുണ്ട്? മാസസ് ഓഫ് സ്പോറോജീനസ് സെൽസ് ആർ പ്രസന്റ് അല്ലെ. ആ സ്പോറോജീനസ് സെൽസ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഇതിൽ എക്സെപ്റ്റ് 1 all other megaspore mother cell will degenerate. Okay, to survive ചെയ്യുന്ന 1 megaspore mother cell undergo meiotic division and result in the form of 4 haploid megaspores.
മൈക്രോസ്പോർസിന്റെ കേസ് എന്താ? മൈക്രോസ്പോർ മദർ സെൽ എല്ലാം സർവൈവ് ചെയ്യുന്നുണ്ട്. ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തിട്ട് മിയോട്ടിക് ഡിവിഷനിലേക്കൂടെ ഡിവൈഡ് ചെയ്തിട്ട് മൈക്രോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ന്യൂമറസ് മൈക്രോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഗാസ്പോർസിന്റെ കേസ് എന്താണ്? മെഗാസ്പോർ മദർ സെല്ല് ഒന്നു മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്ന? ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് only 4 haploid megaspores are produced. ഓക്കെ, ചില സ്പീഷീസിൽ ചില എക്സെപ്ഷൻ കേസ് ഉണ്ടാവുമല്ലോ, അതിലാണെങ്കിൽ നമ്പർ ഓഫ് മെഗാസ്പോർ ഇസ് ലെസ് ദാൻ 4. ഫോർ എക്സാമ്പിൾ സെലാജിന റുപെസ്ട്രിസ്, ഇതിൽ ഓൺലി 1 മെഗാസ്പോർ ആണ് മെഗാസ്പോറാഞ്ചത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, then megaspores are larger in size and they are disorganized and ഇതും എങ്ങനെയാണ്? സ്പൊറാഞ്ചിയം വാൾ ബ്രേക്ക് ചെയ്തിട്ടാണ് സ്പോർസിനെ ഡിസാമിനേറ്റ് ചെയ്യുന്നത്. ദെൻ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ എല്ലാ മൈക്രോസ്പോർ ഫങ്ഷണലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷണലാണ്. ഓരോന്നും റിഡക്ഷൻ ഡിവിഷനിലേക്കൂടെ 4 ഹെപ്ലോയിഡ് ടെട്രാസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ന്യൂമറസ് ടെട്രാസ്പോർസ് ആർ പ്രൊഡ്യൂസ് ഇൻസൈഡ് ദ മൈക്രോസ്പൊറാഞ്ചിയം and later they separate from each other. മൈക്രോസ്പൊറാഞ്ചിയം വെർട്ടിക്കൽ സ്ലിറ്റിലേക്കൂടിയാണ് എപ്പിക്കൽ റീജിയനിലെ, അങ്ങനെയാണ് പുറത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗാസ്പോർ മദർ സെല്ല് ഒന്നൊഴികെ ബാക്കിയെല്ലാം ഡീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് ഫങ്ഷണൽ, ഓൺലി വൺ ഇസ് ഫങ്ഷണൽ. ഫങ്ഷണൽ ആയിട്ടുള്ള ഹെപ്ലോയിഡ് മെഗാസ്പോർ മദർ സെല്ല് undergo meiotic division resulting in the formation of 4 haploid megaspores. Then gametophytic generation എന്ന് പറയുന്നത് മെഗാസ്പോർ മദർ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലും റിഡക്ഷൻ ഡിവിഷനിലേക്കൂടെ ഫോം ചെയ്തിട്ട് മെഗാസ്പോർസിനെയും ദറ്റ് ഈസ് മൈക്രോസ്പോർസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്റ്റേജ് തൊട്ടാണ് ഗാമറ്റോഫൈറ്റിക് അല്ലെങ്കിൽ ഹെപ്ലോയിഡ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പോർസ് എന്ന് പറയുന്നത് ഇവിടെ മൈക്രോസ്പോർ സ്മോൾ ആണ്, മെഗാസ്പോർ ലാർജർ ആണ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. രണ്ടിനും വാൾ ലെയേഴ്സ് ആണ്. മൈക്രോസ്പോർസിന് എൻഡോസ്പോറും ദാറ്റ് ഇസ് ഇൻറ്റൈനും എക്സൈനും ആണ് ഉള്ളത്. മെഗാസ്പോർസിനാണെങ്കിൽ ദേ ആർ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. 3 വാൾ ലെയേഴ്സ്, എക്സോസ്പോർ, മീസോസ്പോർ, എൻഡോസ്പോർ, 3 വാൾ ലെയേഴ്സ് ആണ്. ആൻഡ് എക്സോസ്പോർ ഇസ് ഹൈലി സ്കൾപ്ചേർഡ്, കണ്ട സ്പൈനി നേച്ചറാണ്. അപ്പം ഇതാണ് രണ്ടിൻ്റെയും സ്ട്രക്ചർ. മൈക്രോസ്പോർ സ്മോൾ സൈസ് സ്പെറിക്കലുമാണ്, 2 വാൾ ലെയേഴ്സ്, exine intine. Megaspore larger size, 3 wall layers, exospore, mesospore, endospore. Okay, then ഈ സ്പോർസ് ആണ് മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് മെയിൽ പ്രോത്താലിയും മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ പ്രോത്താലിയും ഫോം ചെയ്യും. Then ആർക്കിഗോണിയം. ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഷോർട്ട് ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ എംബെഡഡ് ഇൻ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ടിഷ്യൂ. Only the upper tier of neck cell projects out. Each archegonium consists of short neck of 2 tiers and 4 cells each and broad venter. നമ്മൾ ബ്രയോഫൈറ്റ് പഠിച്ചിട്ടില്ലേ, അതിൽ ആർക്കിഗോണിയം പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ആർക്കിഗോണിയം എവിടെയും ഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെറിഡോഫൈറ്റിലും ഫോം ചെയ്യുന്നുണ്ട്. ഈ ആർക്കിഗോണിയം എന്ന് പറയുന്നത് എന്താ? ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോസ്പോറും മൈക്രോ പ്രോത്താലിയും മെഗാസ്പോർ പ്രോത്താലിനെയും ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം മെഗാസ്പോറിൽ വരുന്ന ആ പ്രോത്താലസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആർക്കിഗോണിയം. ഇത് ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇതിനൊരു നെക്ക് റീജിയൻ ഉണ്ട്, വെൻഡർ റീജിയൻ ഉണ്ട്. നെക്ക് റീജിയൻ ആണ് പ്രൊജക്ട് ചെയ്യുന്നത്, വെൻഡർ റീജിയനിലാണ് വെൻഡർ കനാൽ സെല്ലും എഗ്ഗിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്ക് കനാൽ സെല്ല്, വെൻഡർ കനാൽ സെല്ല്, എഗ്. നോർമലി നെക്ക് റീജിയനും വെൻഡർ റീജിയനും ആണ്. നെക്ക് റീജിയനിൽ നെക്കും നെക്ക് കനാൽ സെല്ലും, വെൻഡർ റീജിയനിൽ വെൻഡർ കനാൽ സെല്ലും എഗ്ഗുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷന്റെ സമയത്ത് വാട്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആന്ത്രസോയിഡ്സ് നെക്ക് റീജിയനിലേക്കൂടെ നെക്ക് കനാൽ സെല്ലിലേക്കൂടെ താഴേക്ക് വെൻഡർ കനാൽ റീജിയനിൽ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. ഇപ്പൊ ഹെപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗാമേറ്റും ഇപ്പൊ ഫെർട്ടിലൈസേഷൻ മെയിൻലി ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ദ ആന്ത്രസോയിഡ് വിൽ മൂവ് ടുവേർഡ്സ് ദ എഗ്. ഇങ്ങനെ നെക്ക് കനാലിലേക്കൂടെ വെൻഡർ കനാൽ സെല്ലെത്തും. വെൻഡർ കനാൽ സെല്ലിലെ
വെൻഡർ റീജിയനിലെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് അല്ലെങ്കിൽ ഊസ്പിയർ ഇറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി സ്പോറോഫൈറ്റിക് ജനറേഷൻ. അങ്ങനെ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എൻഡ് ചെയ്യുകയും ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. oospore ആണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സ്പോറോഫൈറ്റിക് ജനറേഷൻ. ഓക്കെ, മൈക്രോസ്പോറും മെഗാസ്പോറും ആണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. ഓക്കെ, ലേറ്റർ ബൈ ഫെർദർ ഡിവിഷൻ പിന്നെയും ഈ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഊസ്പോർ അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഡിവൈഡ് ചെയ്ത് ഫുഡ് സെല്ല്, റൈസോഫോർ, സ്റ്റെം, കോട്ട്ലീഡൻ ഓൺ ദി അപ്പർ പാർട്ട് വിൽ ഫോം. അങ്ങനെ ദ ഫുൾ ബോഡി ഓഫ് ദ പ്ലാന്റ് ഇസ് ബീങ് ഫോംഡ്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെലാജിനയിൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഓൾട്ടർനേറ്റ് വിത്ത് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. 2 ടൈപ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസ്പോറും മെഗാസ്പോർസും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് ദി ഹെട്രോസ്പോറസ് കണ്ടീഷൻ. ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഇസ് മെൻ ബൈ ഹെട്രോസ്പോറസ് കണ്ടീഷൻ? Give examples. They are the plant producing 2 different types of spores, that is megaspores and microspores. Example, Selaginella. The spores germinate ചെയ്തിട്ടാണ് മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൽ ഗാമറ്റോഫൈറ്റിൽ ആന്ത്രസോയിഡും ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടിലെയും ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ഡിപ്ലോയിഡ് സൈഗോട്ട് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഓൾട്ടർനേറ്റ് വിത്ത് ദി ഗാമറ്റോഫൈറ്റിക് വൺ. ഇങ്ങനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കണ്ടിന്യൂ ചെയ്യും. സി, ദിസ് ഇസ് ദി ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ഇതാണ്. മെച്യൂർ പ്ലാന്റിൽ സ്ട്രോബൈലസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്ട്രോബൈലസിൽ മൈക്രോസ്പൊറാഞ്ചിയും മെഗാസ്പൊറാഞ്ചിയും പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ മദർ സെല്ലും മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗാസ്പോർ മദർ സെല്ലും ഫോം ചെയ്യും. രണ്ടിലും റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോസ്പോറും മെഗാസ്പോറും ഫോം ചെയ്യും. ഈ മെഗാസ്പോറും മൈക്രോസ്പോറും എന്ത് ചെയ്യുന്നുണ്ട്, മെഗാ ഗാമറ്റോഫൈറ്റിൽ ഡെവലപ്പ് ചെയ്ത് പ്രോതാലസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രോതാലസിലാണ് എന്തെന്ന് മെഗാ ഗാമറ്റോഫൈറ്റിൽ ആർക്കിഗോണിയും മൈക്രോ ഗാമറ്റോഫൈറ്റും ഫോം ചെയ്യുന്നത്. ആർക്കിഗോണിയത്തിൽ നോക്കിയതാണ് നെക്ക് സെല്ല്, ഇത് നെക്ക് കനാൽ സെല്ല്, ഇവിടെ വെൻഡർ റീജിയനിൽ എഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദെൻ മൈക്രോ ഗാമറ്റോഫൈറ്റ് ആണ് നമുക്കറിയാം 13 സെൽഡ് സ്റ്റേജിലാണ്. ദറ്റ് ഈസ് ഒരു പ്രോതാലിയൽ സെല്ല് 4 ആന്ത്രസോയിഡൽ സെല്ലും 8 സെൽസും ഫോം ചെയ്യുന്നത്. നോർമലി ജാക്കറ്റ് സെൽസും ഫോം ചെയ്യുന്നത്. നോർമലി ഈ കണ്ടീഷനിലാണ് ആന്ത്രസോയിഡ് മദർ സെൽസ് ആന്ത്രസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്പേം എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. ദറ്റ് ഈസ് സിംഗമി ഓഫ് ഫെർട്ടിലൈസേഷൻ ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ്. ഡിപ്ലോയിഡ് സൈഗോട്ടിനെ ഫോം ചെയ്യും. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് നിന്നാണ് യങ് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. യങ് സ്പോറോഫൈറ്റിൽ പിന്നീട് റൂട്ട്, സ്റ്റെം, ലീവ്സ്, സ്ട്രോബൈലസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. എഗെയിൻ ദ ലൈഫ് സൈക്കിൾ വിൽ കണ്ടിന്യൂസ്. സോ ദിസ് ഈസ് ദി ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇതൊരു കളർഫുൾ പിക്ചറാണ് ലൈഫ് സൈക്കിളിൻ്റെ. എഗെയിൻ സെയിം തിങ് ആണ് ദ സ്ട്രോബൈലസിൻ്റെ സ്ട്രക്ചർ. സ്ട്രോബൈലസ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ സ്ട്രോബൈലസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗെയിൻ മെയിൽ ആൻഡ് ഫീമെയിൽ മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗെയിൻ ദ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് ഡിപ്ലോയിഡ് സൈഗോട്ട് എംബ്രിയോന്ന് സ്പോറോഫൈറ്റ്. എഗെയിൻ ദ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ. സി, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയം. ആർക്കിഗോണിയം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ പിക്ചറിന് മനസ്സിലാവും. ദിസ് ഈസ് ദ നെക്ക് സെൽ, ദിസ് വൺ ഇസ് ദ നെക്ക് കനാൽ റീജിയൻ, this is the venter canal region, and this is the egg. Okay, so this is the life cycle of Selaginella. Hope you all understood it. Thank you very much.